ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റിയിട്ടാണ്. കുറച്ച് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു, എന്താണ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഏറ്റവും എളുപ്പമുള്ള ഒരു വൺ ഓഫ് ദി ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? മിനിമം റിട്ടേൺ. എന്താ? മിനിമം റിട്ടേൺ. ഇതാണ് ഇതിന്റെ അർത്ഥം തന്നെ. അതായത് ഒരു വർഷം ഒരു കമ്പനി ഉണ്ടാക്കേണ്ട മിനിമം റിട്ടേൺ എത്രയാണോ അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താ ഒരു വർഷം ഒരു കമ്പനി ഉണ്ടാക്കേണ്ട അവരുടെ മിനിമം റിട്ടേൺ ആണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്ന് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. എന്താണ് ക്യാപിറ്റൽ? അതെല്ലാവർക്കും അറിയുന്ന ഒരു കേസാണ്. നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ക്യാപിറ്റൽ ആയിട്ട് സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. എന്താണ്? ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, പിന്നെ ഡെപ്റ്റ് അല്ലെ, ഡിബഞ്ചർ എന്ന് പറയുന്ന ഡെപ്റ്റ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ കുറച്ച് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് ഇടാണ്, വാല്യൂ ഇടാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനിയുടെ, ഇപ്പോൾ XYZ എന്നാണ് കമ്പനിയുടെ പേരെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കൊരു 5 lakh ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 3 lakh ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു എത്ര കൊടുക്കുക, 2 lakh ഉണ്ടെന്ന് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇതാണ് കമ്പനി റൈസ് ചെയ്തിട്ടുള്ള അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 lakh ഉണ്ട്, ഡെപ്റ്റോ 2 lakh ഉണ്ട്. ഓക്കെ, ഇനി ഈ ക്യാപിറ്റലിന്റെ മേലെ ഒരു കമ്പനിക്ക് എന്തൊക്കെ കോസ്റ്റുകളാണ് വരാം? പ്രധാനമായിട്ട് വരുന്ന കോസ്റ്റ് എന്താണ്? ഇപ്പൊ ഡെപ്റ്റിന്റെ മേലെ വരുന്ന കോസ്റ്റ് എന്തായിരിക്കും? ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, അതായത് 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അതായിരിക്കില്ലേ അവിടെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് അറിയാം. എന്താണ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ടാക്സ് കുറയ്ക്കണം. അറിയാലോ, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ജസ്റ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ കൺസെപ്റ്റ് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ക്ലാസ് ആയി മാറും. ഓക്കെ, കാരണം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, KE ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ ജസ്റ്റ് പറയാണ്, ഇപ്പൊ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് KD എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിക്കാം. എങ്ങനെ കിട്ടാന്ന് അറിയാലോ? ഇൻട്രസ്റ്റിൽ നിന്ന് ടാക്സ് ഒക്കെ കുറച്ച്, ടാക്സ് ബെനിഫിറ്റ് ഒക്കെ കുറച്ചിട്ട് അറിയാലോ. ഓക്കെ, അപ്പൊ KD 10% ആണ്. അപ്പൊ ഈ ഡെപ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ 10% കൊടുക്കണം. അപ്പൊ ഈ ഡെപ്റ്റ് ഈ 2 ലക്ഷം രൂപയുടെ മേലെ എത്ര രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്? എത്ര രൂപയായിരിക്കും 10% എന്ന് പറയുമ്പോൾ? 20,000 രൂപ അല്ലേ? ഇതല്ലേ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്? 20,000 രൂപ വാല്യൂവിൽ നോക്കുമ്പോൾ ഇത് പെർസെന്റേജ്, ഇത് വാല്യൂ അല്ലെ. വാല്യൂവിൽ 20,000 രൂപയാണ് 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇത് കൊടുത്തില്ല എന്ന് വിചാരിക്കാം, എന്തുണ്ടാവാ? കമ്പനി ബാങ്ക്രപ്സിയിലേക്ക് പോകും, അതായത് പാപ്പരായി പോവും. മനസ്സിലായല്ലോ? കമ്പനി എന്ത് ചെയ്യും? പാപ്പരായി പോകും. ഇപ്പൊ ബാങ്ക്രപ്സി എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇപ്പൊ റേഷ്യോ അനലൈസിസില് എവിടെ പഠിച്ചിട്ടുണ്ടാവും? ആൾട്ട്മാൻസ് Z സ്കോർ മോഡലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ കമ്പനി പാപ്പരായി പോകും. ഓക്കെ, പൂട്ടിപ്പോവും അല്ലെ. യെസ്. ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് മേലെ എന്തായിരിക്കും? ഡിവിഡൻഡ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. എന്ത് ഡിവിഡൻഡ്? പ്രിഫറൻസ് ഡിവിഡൻഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്നത് ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ. ഇപ്പൊ ഇൻട്രസ്റ്റ് ആയാലും ഫിക്സ്ഡ് ആയിരിക്കും, പ്രിഫറൻസ് ഡിവിഡൻഡ് ആയാലും ഫിക്സ്ഡ് പെർസെന്റേജ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഞാൻ പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ട് ഒരു 12% കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ഈ 3 lakhന്റെ മേലെ 12% വാല്യൂ എത്ര രൂപയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? 3 lakh ഇൻറ്റു 12%, 36,000 രൂപ അല്ലെ. 36,000 കൊടുക്കണം. ഇത് കൊടുക്കേണ്ട എമൗണ്ടാ. അതായത് 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോ കമ്പനി ഇൻവെസ്റ്റ്മെന്റിന് മേലെ കൊടുക്കേണ്ടത് എത്രയാണ്? 36,000 രൂപയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അല്ലേ. അപ്പോ കമ്പനി 20,000 ഡിബഞ്ചർ ഹോൾഡേഴ്സിനും 36,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കണം. അതിലെ കോസ്റ്റ്. യെസ്. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ മേലെ നമുക്കറിയാം, ഗോർഡൻ മോഡലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട് അല്ലെ, KE കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ KE ഞാനൊരു ഇപ്പൊ കൊടുക്കുകയാണ് 15% വിചാരിക്കാം. അപ്പോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയായിരിക്കും? അവർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ മേലെ ഇപ്പൊ 5 ലക്ഷത്തിന്റെ മേലെ 15% എത്ര രൂപയായിരിക്കും? 5 ലക്ഷത്തിന്റെ 15% 75,000. യെസ്, ശ്രദ്ധിക്കുക. അപ്പോ ഒരു വർഷം
ഇൻവെസ്റ്റ് ചെയ്ത ഇപ്പോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരുടെ ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയാം അല്ലെ. ഈ ക്യാപിറ്റലിന്റെ മേലെ എത്രയൊക്കെ എമൗണ്ടുകളാണ് കൊടുക്കേണ്ടത്? 75,000 ഒരു വർഷം കൊടുക്കണ്ടേ, 36,000 ഒരു വർഷം കൊടുക്കണ്ടേ, 20,000 കൊടുക്കണ്ടേ, ഇത് ഒരു വർഷം കൊടുക്കണ്ടേ അല്ലേ. അപ്പൊ ഇത് ടോട്ടൽ ചെയ്താ എന്താ ഉണ്ടാവുക? 75,000 പ്ലസ് 6,000 പ്ലസ് 20,000 എത്ര വരും? യെസ്, 1,31,000 വരും അല്ലേ. ഈ 1,31,000 രൂപ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് എന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പനി ഉണ്ടാക്കേണ്ട മിനിമം റിട്ടേൺ എന്ന് പറയുന്നത് അല്ലെ. ഇത്രയെങ്കിലും ഒരു വർഷം കമ്പനി മിനിമം റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യണം? ജനറേറ്റ് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഈ 1,31,000 നമ്മൾ കമ്പനി ഉണ്ടാക്കിയാൽ റിട്ടേൺ ആയിട്ട് മിനിമം ഈ 1,31,000 ഉണ്ടാക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 20,000, 36,000, 75,000 ആയിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത്ര ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 20,000 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 36,000 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത്ര മിനിമം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും നമുക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റൂല. അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കമ്പനി ഫെയിലിയർ ആവും, അതായത് ബാങ്ക്രപ്സിയിലേക്ക് പോകും. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തുണ്ടാവുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അതായത് കമ്പനി 75,000 പോലും ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കുക, അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക, എന്തുണ്ടാവുക? മാർക്കറ്റ് പ്രൈസ് കുറയും. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന റിയൽ ഓണേഴ്സിന് അവർക്ക് റിട്ടേൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി നമുക്ക് റിട്ടേൺ ഒന്നും തരില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യോ? ഇല്ല. ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യും? കുറയും. ഇതൊക്കെ ജസ്റ്റ് ലോജിക് ആണ്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു പോകും, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ചുരുക്കുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പ്രൈസ് കുറയും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് റിട്ടേൺ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഇല്ലാത്ത കമ്പനിയുടെ ഷെയർ ഒരാളും വാങ്ങിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് കുറയും. ഓക്കെ, യെസ്. അപ്പോ ഇത് പെർസെന്റേജിൽ പറയുമ്പോൾ ഈ 1,31,000 രൂപ പെർസെന്റേജിലേക്ക് പറയുമ്പോൾ എത്രയായിരിക്കും? ഇത് വാല്യൂ അല്ലേ, ഇതിനൊന്ന് പെർസെന്റേജിലേക്ക് പറഞ്ഞേ. അതായത് ഈ 1,31,000 രൂപ ക്യാപിറ്റൽ എത്രയാണ്? 10 lakh അല്ലേ, ഡിവൈഡഡ് ബൈ 10 lakh ചെയ്താൽ മതിയില്ലേ. ഓക്കെ, ഈ 1,31,000 രൂപ ഡിവൈഡഡ് ബൈ 10 lakh ചെയ്യുമ്പോൾ എത്ര വരും? 13.1% വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്? നിങ്ങളുടെ WACC അഥവാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങള് എങ്ങനെ എത്രയാ? 13.1% ആണ് നിങ്ങളുടെ WACC അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്താ അതിന്റെ അർത്ഥം? 10 lakh എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ആണ്. അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ്. ആര് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഡിബഞ്ചർ ഹോൾഡേഴ്സും എല്ലാവരും കൂടി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ആണ് ഈ 10 lakh. ഈ 10 lakhന്റെ 13.1% നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു വർഷം ഉണ്ടാക്കേണ്ട മിനിമം റിട്ടേൺ. ഓക്കെ, അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് 10 lakh, അതിന്റെ 13.1% കമ്പനി ഉണ്ടാക്കേണ്ട ഒരു വർഷം ഉണ്ടാക്കേണ്ട മിനിമം പ്രോഫിറ്റ് അഥവാ റിട്ടേൺ. ഇത് നിങ്ങൾ എങ്ങനെയാ ചെയ്യുക? നിങ്ങൾ വേറെ രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എങ്ങനെയാണ്? പെർട്ടിക്കുലർ വാല്യൂ ഇടും, പിന്നെ വെയിറ്റ്, പിന്നെ കോസ്റ്റ്, പിന്നെ WACC. പിന്നെ നിങ്ങൾ പെർട്ടിക്കുലർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എഴുതും, പിന്നെ എന്താണ്? ഡെപ്റ്റ് എഴുതും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? 5 ലക്ഷം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? 3 ലക്ഷം. ഡെപ്റ്റ് 2 ലക്ഷം. ടോട്ടൽ ചെയ്യുമ്പോ 10 ലക്ഷം. ഓക്കെ, വെയിറ്റ് നോക്കുമ്പോ ഇവിടെ 0.5, ഇവിടെ 0.3, ഇവിടെ 0.2. കോസ്റ്റ് 0.15 ഞാൻ തന്നിട്ടുണ്ട്, ഡയറക്ട്ലി തന്നിട്ടുണ്ട്. 0.12, 0.1 അല്ലെ. അപ്പൊ 0.5 into 0.15 എത്ര വരും? 0.075. പിന്നെ 0.3 into 0.12 0.036. ഓക്കെ, 0.2 into 0.1 0.02. ടോട്ടൽ ചെയ്തേ 0.075 പ്ലസ് 0.036 പ്ലസ് 0.02 13.1% അല്ലേ. യെസ്, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറ്. ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഏകദേശം ഒരു പടിക്ക് 2 ലക്ഷമാണ്. ശ്രദ്ധിച്ചിരുന്നവർക്ക്
ഇത് ചെയ്യുന്നതിന്റെ കൺസെപ്റ്റും കൂടി എന്തെങ്കിലും ഒരു ബോണസ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്? അതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്? ഈ പെർസെന്റേജ്, ഈ 13.1% കൺസെപ്റ്റ് എന്താണ്? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ ക്യാപിറ്റലിന്റെ 13.1% നമ്മൾ ഉണ്ടാക്കേണ്ട, നമ്മൾ മീൻസ് കമ്പനി ഉണ്ടാക്കേണ്ട മിനിമം റിട്ടേൺ. ആ മിനിമം റിട്ടേൺ ഉണ്ടാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട 20,000 കൊടുക്കാൻ പറ്റുള്ളൂ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട 36,000 കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? പാപ്പരം ബാങ്ക്രപ്സിയിലേക്ക് പോകും, ഫെയിലിയർ ആവും കമ്പനി. ഓക്കെ, ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് 75,000 കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക? മാർക്കറ്റ് പ്രൈസ് കുറയും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ.